ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചറിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയ എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഇപ്പോൾ ഓരോ ജനേഴ്സ് ഓഫ് ലിറ്ററേച്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായില്ല അല്ലേ? അപ്പൊ അത് കാണാത്തവര് വേഗം തന്നെ ആ വീഡിയോ പോയി കാണുക. കാരണം എന്താ വെച്ചാൽ അത് കണ്ടാലേ നിങ്ങൾക്ക് ഇനി എടുക്കുന്നത് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, സോ നമുക്കിനി ലെസണിലോട്ട് നോക്കിയാലോ. അതായത് എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ ആണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അതായത് ഓരോ കാലഘട്ടത്തും ഇത്ര കാലഘട്ടത്തിൽ ഓരോ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ഓരോ ഡിസ്കവറീസ് ആണ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ഹിസ്റ്ററിയിൽ ഉള്ളത്. അതായത് ആക്ച്വലി ബ്രിട്ടീഷ് ഹിസ്റ്ററിയും ഈ ലിറ്ററേച്ചറും തമ്മിൽ ഒരുപാട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററി കൂടി ഒപ്പം തന്നെ പഠിച്ചു പോവുക. കാരണം ഈ ഒരു ഭാഗത്തിൽ അഥവാ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത് ഓരോ പീരിയഡിലും there are several classification of periods. So ഓരോ പീരിയഡുകളിലും ലിറ്ററേച്ചർക്ക് വന്ന മാറ്റം എന്താണ്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ വന്ന പുതിയ പുതിയ ഡിസ്കവറീസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഏറെക്കുറെ ഒരു ഹിസ്റ്ററി ക്ലാസ് പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ there are several periods for literature. അതായത് ലിറ്ററേച്ചറിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയ ചില പീരിയഡുകൾ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ കോഡിങ് ചെയ്തിട്ട് കുറച്ച് പീരിയഡ്സ് അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങൾ നമ്മൾ ഭയങ്കര ഒരു മാഗ്നിഫിഷ്യന്റ് ആയ അല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് ആയ കുറച്ച് പീരിയഡ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ ഓരോ കാലഘട്ടത്തും എന്താണ് ലിറ്ററേച്ചറിന് സംഭവിച്ചത്, അങ്ങനെ ഓരോ കാലഘട്ടത്തും ഓരോ പുതുമയേറിയ കാര്യങ്ങളാണ് ഈ നടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അതിനെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആദ്യത്തെ പീരിയഡ് ആയ ആംഗ്ലോ സാക്സൺ പീരിയഡ് അഥവാ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എന്ന് വിളിക്കും. എന്താണ് ഈ ആംഗ്ലോ സാക്സൺ പീരിയഡ് എന്ന് പറയുന്നത്? ആരാണ് ഈ ആംഗ്ലോസും സാക്സൺസും? ഇവര് നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള ട്രൈബ്സ് അല്ലെ, അതായത് ഗോത്രവർഗക്കാരാണ് അല്ലെ? അതെ. സോ ഈ ആംഗ്ലസും സാക്സൺസും ഇംഗ്ലണ്ടിൽ വരുന്നതിന് മുൻപ് ഇവരെവിടെയായിരുന്നു? അതായത് ഇവിടെ ആംഗ്ലസും സാക്സൺസും ആണോ ആദ്യം തന്നെ ഈ ഇംഗ്ലണ്ടിൽ പാർത്തു വന്നവര്? അല്ല കേട്ടോ, ഐബീരിയൻസ് ആണ് ആദ്യം തന്നെ പാർത്തു വന്നത്. അതിനുശേഷം ഈ ആംഗ്ലസും സാക്സൺസും ഇവര് ഇൻവേഡ് ചെയ്തതാണ്. അതായത് പണ്ടൊക്കെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയായിരുന്നല്ലോ, ഇവര് ബാർബേറിയൻസ് അല്ലേ. സോ അവര് ഐബീരിയൻസിനെ ഓടിച്ചു വിട്ടിട്ട് ഈ ആംഗിൾസും സാക്സൺസും ആണ്, ഈ ട്രൈബ്സ് ആണ് ഇവിടെ ജീവിച്ചു വന്നത്. സോ ഈ ബ്രിട്ടനിൽ ഇവര് വരുന്നതിന് മുൻപ് ഇവര് താമസിച്ചിരുന്നത് സ്വീഡനിലും ഡെൻമാർക്കിലുമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്ന സ്വീഡനിലും ഡെൻമാർക്കിലുമാണ്. അതായത് ആക്ച്വലി ബ്രിട്ടീഷ് ഐൽസ് ആണ് ഈ സ്വീഡനും ഡെൻമാർക്കും ഒക്കെ, അവരിങ്ങോട്ട് കയ്യേറി വന്നതാണ്. ഓക്കെ, സോ ഇവര് ആംഗ്ലോ സാക്സൺസ് ഈ ഇംഗ്ലണ്ടിലേക്ക് വന്നതോടുകൂടി അവരുടെ ഭാഷ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലാറ്റിനും കെൽട്ടിക് ലാംഗ്വേജും രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു തരം ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ ആ ലാംഗ്വേജിന്റെ ഒരുപാട് റിമൈനിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും ഈ ഓൾഡ് ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ പറ്റില്ല. കാരണം ലാറ്റിനും കെൽട്ടിക്കും എല്ലാം കൂടി ചേർന്ന ഒരു തരം ഭാഷയാണ്, ഇംഗ്ലീഷ് അല്ല. ഓക്കെ, സോ എന്താന്ന് വെച്ചാൽ ഇവര് ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ അവര് ജീവിച്ചിരുന്ന ലാൻഡ് ആണ് എന്ത്? ഇംഗ്ലണ്ട്. ഓക്കെ, എന്തായിരുന്നു? ഇംഗ്ലണ്ട്. പിന്നീടാണ് തർജ്ജമ ചെയ്ത് നമ്മൾ എന്താക്കിയത്? ഇംഗ്ലണ്ട് എന്നാക്കിയത്. ഇംഗ്ലണ്ട് എന്നുള്ള പേര് എവിടുന്ന വന്ന് മനസ്സിലായില്ലേ? ആംഗ്ലോ സാക്സൺ എന്നുള്ള പേരിൽ നിന്നാണ് കേട്ടോ അത് വന്നത്. അതായത് ഇവരിവിടെ വന്നതിൽ പിന്നെ ഇവരുടെ ഭാഷ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലാറ്റിനും കെൽട്ടിക് ലാംഗ്വേജും കൂടി മിക്സ് ചെയ്ത, അഥവാ നമ്മൾ ഇന്ന് ആ ഒരു ലാംഗ്വേജിനെ ഓൾഡ് ഇംഗ്ലീഷ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാലത്തെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇവര്
അതായത് ഈ ആംഗ്ലോ സാക്സൺസ് പണ്ടത്തെ ഗോഡസ്, അതായത് ദേവന്മാരെയും ദേവതമാരെയും അഥവാ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭയങ്കര ഹീറോ ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ പാടി നടക്കുകയാണ് ചെയ്തത്. അതായത് ഇവിടെ ആക്ച്വലി എന്താണ്, ഓറൽ ലിറ്ററേച്ചർ ആണ്, വാമൊഴിയാണ്. ഇവരിതൊക്കെ പാടി നടക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇവർ ഏറ്റവും കൂടുതൽ റിലീജിയൻ പരമായ കാര്യങ്ങൾ, റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളും വാർസ് യുദ്ധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ പാടി നടക്കാനൊക്കെ ഇവര് തുടങ്ങി. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഈ ആംഗ്ലോ സാക്സൺസ് ആണ്. അതായത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ ആംഗ്ലോ സാക്സൺ പീരിയഡ് ആണ് ആദ്യത്തെ ഇംഗ്ലീഷ് പോയട്രിക്ക് വഴിയൊരുക്കിയ കാലഘട്ടം എന്ന് പറയുന്നത്. അതുവരെ ആക്ച്വലി എന്തായിരുന്നു, ലാറ്റിൻ ഭാഷയിൽ അതിനോട് സംബന്ധിച്ചുള്ള പോയട്രികളായിരുന്നു അതുവരെയും ആ നാട്ടിൽ ഉണ്ടായിരുന്നത്. ആംഗ്ലോ സാക്സൺസ് ഇങ്ങനെ ഇൻവേഡ് ചെയ്ത് വന്നത് മുതലാണ് ആക്ച്വലി ഇംഗ്ലീഷ് പോയട്രിന്റെ തുടക്കം അവിടെ ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. ഇംഗ്ലീഷ് പോയട്രി ആ ഒരു കാലഘട്ടത്താണ് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്, അതായത് ആംഗ്ലോ സാക്സൺ പീരിയഡില്. മനസ്സിലായോ? അതുവരെ അവര് ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു പ്രോസും പോയട്രികളും എല്ലാം വന്നിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവര് റിലീജിയസ് പരമായിട്ടുള്ള പോയട്രികളെല്ലാം തന്നെ ഇവർ എഴുതാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതുവരെയും ഈ ആംഗിൾസും സാക്സൺസും ആരായിരുന്നു, കാട്ടാളന്മാരായിരുന്നു അല്ലെ. പിന്നീടാണ് ഇവർ എന്ത് സ്വീകരിച്ചത്, ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത്. അതെങ്ങനെയാണ്, ആര് കാരണം സ്വീകരിച്ചത്? റോമൻ കോൺക്വസ്റ്റ് ഒക്കെ നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർമ്മല്ലേ? അതിനുശേഷമാണ് ഇവരൊക്കെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത്. അപ്പൊ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത് മുതൽ എന്തായി, അവർക്ക് ഭയങ്കര മതപരമായ ചിന്താഗതികൾ ഒരുപാട് വന്നു തുടങ്ങി. ആർക്ക്? ആംഗിൾസിനും സാക്സൺസിനും അല്ലെ. അതിൽ പിന്നെ ഇവരുടെ പോയട്രികളും പ്രോസും എല്ലാം തന്നെ എന്തുമായിട്ട് റിലേറ്റ് ആയി മാറി, റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് മാറി. ഇനി നമുക്ക് ഓൾഡ് ഇംഗ്ലീഷിന്റെ കുറച്ച് റിമെയിൻസ് നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുണ്ട്. ഒരുപാടധികം നശിച്ചു പോയി. ഓക്കെ, ഈ ഓൾഡ് ഇംഗ്ലീഷിന്റെ ഒരുപാട് പുസ്തകങ്ങളും പോയട്രികളും പ്രോസും കുറെയൊക്കെ നശിച്ചു പോയി. കാരണം അധികവും വാമൊഴി ആയിരുന്നല്ലോ. ഓക്കെ, ഓറൽ ലിറ്ററേച്ചർ ആയിരുന്നല്ലോ. സോ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് റിമൈനിങ്സ്. അതിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ദ എസ്റ്റർ ബുക്ക്. ഓക്കെ, ദി എസ്റ്റർ ബുക്ക്, ദ ജൂലിയസ് മാനുസ്ക്രിപ്റ്റ്, ഇതൊക്കെ തന്നെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയട്രിയാണ്. അതായത് ഓൾഡ് ഇംഗ്ലീഷിൽ നിലനിന്നിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയട്രിയാണ് എന്ത്, ബിയോവൂൾഫ്. ഓക്കെ, ബിയോവൂൾഫ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അന്നത്തെ കാലത്ത്, അതായത് ഓൾഡ് ഇംഗ്ലീഷിന്റെ കാലത്ത് നിലനിന്നിരുന്ന ഒരു പോയട്രിയാണ് ബിയോവൂൾഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ബിയോവൂൾഫിന്റെ കഥ എന്താണെന്ന് നമ്മൾ വിശദീകരിച്ച് ഇനി അടുത്ത യൂണിറ്റിലൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ എന്നാലും ഞാൻ ചുരുക്കം പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ബിയോവൂൾഫ് എന്ന് പറയുന്നത് ഒരു ഡാനിഷ് കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണ് നമ്മുടെ ബിയോവൂൾഫ്. ഓക്കെ, അതായത് അവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഡാനിഷ് കിങ്ങിന് നേരിടേണ്ടി വരുന്ന ചില മോൺസ്റ്റേഴ്സ് ഉണ്ട്. ആ മോൺസ്റ്ററുടെ പേരാണ് ഗ്രendel. എന്നിട്ട് നമ്മുടെ ഈ കഥാനായകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രendel എന്ന് പറഞ്ഞ മോൺസ്റ്ററിനെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് ശേഷം കൊന്നുകളയുകയാണ്. ഓക്കെ, കൊന്നുകളഞ്ഞ് നമ്മുടെ ഡാനിഷ് കിങ്ങിനെ ബിയോവൂൾഫ് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. പക്ഷെ അതിനുശേഷം ഈ ഗ്രendലിന്റെ മദർ, അതായത് ഈ അമ്മയായ മോൺസ്റ്ററും തിരിച്ച് ആരിന്റെ നേർക്ക് വരികയാണ്, നമ്മുടെ ബിയോവൂൾഫിന്റെ നേർക്ക് വരികയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബിയോവൂൾഫിന്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെ വിശദീകരിച്ചിട്ട് നമ്മൾ ഇന്നും കുറേ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇപ്പോൾ ഈ സ്ട്രക്ചർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് ബിയോവൂൾഫ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഓൾഡ് ഇംഗ്ലീഷ് കാലത്ത് നിലനിന്നിരുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയട്രിക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ബിയോവൂൾഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അന്ന് കാലത്ത്, അതായത് ആംഗ്ലോ സാക്സൺ പീരിയഡിൽ നിലനിന്നിരുന്ന കുറച്ച് പോയറ്റ്സുകളുടെ പേരാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സിയാഡ്മം ആൻഡ് സൈൻ വൂൾഫ്. ഓക്കെ, സിയാഡ്മമും സൈൻ വൂൾഫും ഇവർ രണ്ടുപേരാണ് അന്ന് ആംഗ്ലോ സാക്സൺ പീരിയഡില് അന്ന് ഭയങ്കര പ്രൊമിനന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അവര് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാര് ഇവര് രണ്ടുപേരുമായിരുന്നു. ഓക്കെ, സോ സിയൻ വൂൾഫിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്താണ്, അതായത് ആംഗ്ലോ സാക്സൺ കാലഘട്ടത്താണ്
എല്ലാവരും അതുവരെ ലാറ്റിൻ ലാംഗ്വേജ് ആണ് ഭയങ്കര സംഭവം അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരുന്ന അവര് എന്ത് ചെയ്തു, ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് വിട്ടിട്ട് ബാക്കിയുള്ള ലാംഗ്വേജിലേക്ക് ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ തോന്നി. ഓക്കെ, അതായത് പിന്നീട് ഇറങ്ങിയ പോയട്രികളും പ്രോസും എല്ലാം തന്നെ ഏത് ലാംഗ്വേജിലായിരുന്നു? ഇംഗ്ലീഷിലായിരുന്നു. ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയട്രിയുടെ തുടക്കം കുറിക്കുന്നത് ആംഗ്ലോ സാക്സന്റെ പീരീഡിലായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്താണ് ആൽഫ്രഡ് ദി ഗ്രേറ്റ്. ഓക്കെ, ആൽഫ്രഡ് ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു രാജാവ് അല്ലെങ്കിൽ നമുക്കൊരു തലവൻ, ആ ഒരു ഗ്രൂപ്പിന്റെ ഗോത്രവർഗത്തിന്റെ തലവൻ എന്ന് വിളിക്കാം. അദ്ദേഹം ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ആൽഫ്രഡ് ദി ഗ്രേറ്റിന്റെ ഒരുപാട് കഥകൾ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ആര്? ആൽഫ്രഡ് ദി ഗ്രേറ്റ്. ഇദ്ദേഹം എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. സോ ആ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തന്റെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതായത് ബൈബിളൊക്കെ അതുവരെയും ലാറ്റിനിലായിരുന്നു ബൈബിൾ. പിന്നീട് ഈ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് ഈ ബൈബിൾ തന്നെ മൊത്തത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മനസ്സിലായി? അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആംഗ്ലോ സാക്സൺ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കി ദി ആംഗ്ലോ സാക്സൺ പീരിയഡിന്റെ ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോ നോക്കിയതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് വരുന്ന പീരിയഡ് ആണ് എന്ത്? ദി ആംഗ്ലോ നോർമൻ പീരിയഡ് അഥവാ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്. അല്ലെ, ഈ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്നുള്ളതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി ഈ ആംഗ്ലോ നോർമൻ പീരിയഡിനെയാണ് നമ്മൾ ഈ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലിറ്ററേച്ചറിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും നോർമൻ കോൺക്വസ്റ്റ്, അതായത് നോർമൻസ് നമ്മുടെ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഓൾറെഡി നോർമൻസ് നമ്മുടെ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ നോർമൻസ് എന്ന് പറഞ്ഞത് എവിടുത്തുകാരാ? എവിടുന്ന് വന്നവരാ? ഫ്രഞ്ചുകാരാണ്. ഓക്കെ, നോർമൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ലിറ്ററേച്ചറിൽ വന്ന മാറ്റം എന്താന്ന്. അതായത് പിന്നീടുള്ള എഴുത്തുകാരൊക്കെ ഏകദേശം ലാറ്റിനും ഫ്രഞ്ചുമായിട്ടുള്ള ആ ഒരു ടച്ച് തോന്നിക്കുന്ന പ്രോസും പോയട്രികളൊക്കെയാണ് പിന്നീട് എഴുതി വന്നത്. മനസ്സിലായല്ലോ? അതായത് ഫ്രഞ്ചുകാർ വന്നപ്പോൾ ആ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ലിറ്ററേച്ചറുടെ ആ ഒരു സ്റ്റൈല് നമ്മുടെ ബ്രിട്ടൻസ് എന്ത് ചെയ്തു? പിന്നീടുള്ള എഴുത്തുകളിലൊക്കെ ഈ ഒരു ടൈപ്പ് നമ്മുടെ ബ്രിട്ടൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായല്ലോ? സോ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണ്ടുവന്നതാണ് റൊമാൻസ്. ഓക്കെ, റൊമാൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക് ആര് അഡാപ്റ്റ് ചെയ്തു? യെസ്, നമ്മുടെ ബ്രിട്ടൻസും ഈ ബ്രിട്ടനിലുള്ള പോയറ്റ്സും അഡാപ്റ്റ് ചെയ്തു. ആക്ച്വലി ഇതൊരു ഫ്രഞ്ച് ടേം ആണ് ഈ റൊമാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഞ്ചുകാരുടെ എഴുത്ത് രീതി അല്ലെങ്കിൽ ആ ഒരു അവരുടെ എഴുത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ റൊമാൻസ് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് എന്തായി? ഈ നോർമൻ ഇൻവെൻഷന്റെ പിന്നാലെ എന്തായി? നമ്മുടെ ബ്രിട്ടൻസ് ഈ ഒരു ടോപ്പിക്ക് അവരുടെ പോയറ്റിലും പ്രോസിലും അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ ഒരു മിഡിൽ ഇംഗ്ലീഷിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞത്. ഓക്കെ, അതുവരെ ഇവർ എഴുതിയത് എന്താണ്? ഓരോരുത്തരുടെ അഡ്വഞ്ചറസും ദേവന്മാരും ദേവതമാരിനെ പറ്റിയുള്ള സ്റ്റോറീസും ഹീറോസിന്റെ സ്റ്റോറീസും റിലീജിയൻ പരമായിട്ടുള്ള സ്റ്റോറീസും പ്രോസും പോയട്രിയും ഇതൊക്കെയായിരുന്നു അവർ എഴുതിയിരുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് തന്നെ ഈ നോർമൻ കോൺവെർസേഷൻ പെട്ടെന്ന് തന്നെ റൊമാൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഇവരുടെ ലിറ്ററേച്ചറിനെ വഴിതെളിക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകത, മിഡിൽ ഇംഗ്ലീഷിൽ വന്ന മറ്റൊരു പ്രത്യേകത എന്താന്ന് നമുക്ക് നോക്കുമ്പോൾ, അതെ, മിറാക്കിൾ പ്ലേ ആൻഡ് മൊറാലിറ്റി പ്ലേസ് ഏറ്റവും കൂടുതൽ ഡൊമിനന്റ് ആയി നിന്നു. ഈ പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡ്രാമ. അതായത് ഈ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്താണ് ഡ്രാമാസ് എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അഥവാ ഡ്രാമാസ് ഒക്കെ ഇവര് പരിചയപ്പെട്ട് വരുന്ന ആ ഒരു സമയമായി മാറിയിരുന്നു എന്ത്? മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിറാക്കിൾ പ്ലേസും മൊറാലിറ്റി പ്ലേസുമാണ് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഡൊമിനന്റ് ആയി നിന്നത്. എന്താണ് ഈ മിറാക്കിൾ പ്ലേ എന്ന് പറയുന്നത്? അതായത് ഈ ബൈബിൾ ഉണ്ടല്ലോ, ബൈബിളിൽ നിന്നും കിട്ടിയ സ്റ്റോറീസ്, ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റോറീസ് ഒരു ഡ്രാമ രൂപത്തിൽ ഓഡിയൻസിന് മുമ്പിൽ കളിക്കുന്ന ആ ഒരു പ്ലേനെയാണ് നമ്മൾ മിറാക്കിൾ പ്ലേ എന്ന് പറയുന്നത്. ഈ മിറാക്കിൾ പ്ലേയിലെ ക്യാരക്ടേഴ്സ് നമ്മുടെ പള്ളിയിലച്ചന്മാരും
അതുപോലെ തന്നെ പുരോഹിതന്മാരും അവരൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. മാത്രമല്ല നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതായത് റൊമാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട്. ആ വർക്കുകൾ നമുക്കിനി ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ദി വാർ ഓഫ് ട്രോയ്, ഓക്കെ. മാത്രമല്ല ദ മിത്തോളജിക്കൽ ഡൂയിങ്സ് ഓഫ് ഷാൾമാഗ്നിന്റെ ആ ഒരു വർക്കും, പിന്നെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അല്ലേ, ഇതൊക്കെ നോർമൻസ് ആണ്. ഓക്കെ, നോർമൻസിന്റെ കാര്യങ്ങളും സ്റ്റോറീസ് ഒക്കെ അവർ അഡാപ്റ്റ് ചെയ്ത് എഴുതാൻ തുടങ്ങി. ആര്? ബ്രിട്ടൻസ്. ഇപ്പൊ മനസ്സിലായല്ലോ മിറാക്കിൾ പ്ലേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മിറാക്കിൾ പ്ലേന്റെ നായികമാരെന്നൊക്കെ പറയുന്നത് ആരെന്നെയാണ്? ക്യാരക്ടേഴ്സ് ആരാണ്? പള്ളിയിലച്ചന്മാരും അല്ലെങ്കിൽ പുരോഹിതന്മാരും ആയിരിക്കും. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണനയിൽ നിന്ന കുറച്ച് പോയറ്റ്സുകളെ നോക്കാം. ഈ പോയറ്റ്സിന്റെ ലിസ്റ്റിൽ ആദ്യം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയറ്റ് ആണ് ജെഫറി ചോസർ. ഓക്കെ, ഈ പേര് നിങ്ങൾ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, പക്ഷെ തീർച്ചയായിട്ടും ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് ജെഫറി ചോസർ എന്ന് പറയുന്നത്. ആരാണ് ജെഫറി ചോസർ? ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ജെഫറി ചോസർ, ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. മനസ്സിലായോ? ഈ ചോസറുടെ ഒരു വർക്കാണ് ദി കാന്റംബറി ടെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാന്റംബറി ടെയിൽസ് ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു കാന്റംബറി ടെയിൽസ് നമുക്കിനി മറ്റുള്ള യൂണിറ്റുകൾ ആ കാന്റംബറി ടെയിൽസ് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സോ അതെന്താണ് ആ പോയട്രിയിൽ ഇൻക്ലൂഡ് ചെയ്ത സ്റ്റോറി എന്നൊക്കെ നമുക്കിനി വരുന്ന യൂണിറ്റുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ജെഫറി ചോസർ പോലെ തന്നെ മറ്റൊരു പോയറ്റ് ആയിരുന്നു ജോൺ വൈക്ലിഫ്. ഓക്കെ, ജോൺ വൈക്ലിഫ്. അതുപോലെ ഇത്തരത്തിൽ ഒരുപാട് പോയറ്റ്സ് ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതായത് റൊമാൻസ് ആയിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ അഥവാ ആംഗ്ലോ നോർമൻ, ഓക്കെ, ആംഗ്ലോ നോർമൻ കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതായത് ഡ്രാമാസ് ഒക്കെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? മെല്ലെ മെല്ലെ അറിഞ്ഞു വരാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങളുമാണ് ആംഗ്ലോ നോർമൻ ഒരു പീരിയഡിൽ നടന്ന കാര്യങ്ങള്. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് വരുന്ന പീരീഡ് ആണ് നമ്മുടെ റിനൈസൻസ് പീരിയഡ് എന്ന് പറയുന്നത് അല്ലെ, നവോത്ഥാനം. ഓക്കെ, റിനൈസൻസ് എന്ന് പറഞ്ഞ വാക്ക്, ആ വേർഡ് എവിടെ നിന്നാണ് വന്നത്? ഇറ്റ് ഈസ് എ ഫ്രഞ്ച് വേർഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫ്രഞ്ച് വേർഡ്. ഈ റിനൈസൻസ് പീരീഡ് ആകുമ്പോഴേക്കും അന്ന് കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഉള്ളിലേക്ക് തന്നെ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അവരുടെ ഉള്ളിലേക്ക് വന്നത്. അതായത് ഓരോ കാര്യങ്ങളെയും ക്രിട്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ഇവർ ചിന്തിച്ചു തുടങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല സയൻസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ റിനൈസൻസ് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ആക്ച്വലി റിനൈസൻസ് എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെ നിന്നാണ് ഈ റിനൈസൻസിന്റെ നവോത്ഥാനത്തിന്റെ ആരംഭം എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി റിനൈസൻസ് തുടങ്ങിയത് ഇറ്റലിയിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആണ്. ഇംഗ്ലണ്ടിൽ നിന്നാണ്, ഒരിക്കലുമല്ല, ഇറ്റലിയിൽ നിന്നുമാണ് റിനൈസൻസ് തുടങ്ങിയത്. അതായത് ഇറ്റലിയിൽ നമ്മുടെ കാക്സ്റ്റൺ ആണ് നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാ? ഗുട്ടൻബർഗ് ആണ്. ഓക്കെ, സോ പ്രിന്റിംഗ് പ്രസ് ഗുട്ടൻബർഗ് അവിടെ നിന്ന് കണ്ടുപിടിക്കുകയും ആ പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇൻവെന്റ് ചെയ്ത ആളാണ് ആര്? വില്യം കാക്സ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് മാർക്ക് നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആക്ച്വലി പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണെങ്കിലും പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നതും അതെല്ലാം ഇംഗ്ലണ്ടിൽ പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ആര്? വില്യം കാക്സ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഇത് രണ്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ റിനൈസൻസ് പീരിയഡിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആൾക്കാരിൽ വന്ന മാറ്റമാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമാനിസത്തോട് ബന്ധപ്പെട്ടുള്ള ചിന്താഗതിയാണ് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരുടെ മനസ്സിൽ ഉടലെടുത്ത് വന്നത്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് റിനൈസൻസ് വന്നതോടുകൂടി ആൾക്കാർ എല്ലാത്തിനോടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതുവരെ റിലീജിയൻ ആണ്, ചർച്ചാണ്, അഥവാ പുരോഹിതന്മാരാണ് വലുത് എന്ന് വിചാരിച്ചിരുന്നവർ തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതുവരെ ആരും തന്നെ ചർച്ചിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. ചർച്ച് എന്ത് പറയുന്നു അതങ്ങോട്ട്
കണ്ണുകൂട്ടി വിശ്വസിക്കുന്ന കാലഘട്ടമായിരുന്നു അതുവരെ. റിനൈസൻസിന്റെ വരവോടുകൂടി തിരിച്ച് ചർച്ചിനോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് അന്നത്തെ ആൾക്കാരുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. മാത്രമല്ല ഹ്യൂമാനിസം, അല്ലെ, ഹ്യൂമാനിസം എന്ന് പറഞ്ഞൊരു പോയിന്റും എല്ലാവരുടെ മനസ്സിലേക്ക് വരികയും അത്തരത്തിൽ ചിന്തിക്കാനും തുടങ്ങി. ഇത്തരത്തിലുള്ള ഹ്യൂമാനിസത്തോടനുബന്ധിച്ചുള്ള ടോപ്പിക്കുകൾ അന്നത്തെ ലിറ്ററേച്ചറിലെ ചില വർക്ക്സുകളുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഡാന്റെയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈൻ കോമഡി, ഡാന്റെയുടെ ഡിവൈൻ കോമഡി. മാത്രമല്ല ദ ഡെക്കാമറോൺ എന്ന് പറഞ്ഞൊരു വർക്ക്, ആരുടെ, ബൊക്കാക്യോയുടെ ഡെക്കാമറോൺ എന്ന് പറഞ്ഞ വർക്കും എല്ലാം തന്നെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് മാത്രമല്ല പെട്രാർക്കിയൻ പോയംസും ബാക്കിയുള്ള എല്ലാ പോയംസും, ഈ ഒരു കാലഘട്ടത്തിൽ വന്ന എല്ലാ പോയംസിലും നമുക്ക് ഈ ഹ്യൂമാനിസത്തിന്റെ ഒരു അംശം കാണാവുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ റിനൈസൻസ് പീരീഡിൽ നമ്മുടെ ലിറ്ററേച്ചറിന് വന്ന യഥാർത്ഥമായ മറ്റുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഈ റിനൈസൻസ് പീരീഡിന് മറ്റൊരു പേര് കൂടി നമ്മൾ പറയുന്നുണ്ട്, എലിസബത്തൻ പീരിയഡ്. എന്താണ്? എലിസബത്തൻ പീരിയഡ്. ആക്ച്വലി എലിസബത്തൻ പീരിയഡ് എന്ന് പറയുന്നത് റിനൈസൻസ് പീരിയഡിനെ തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഏജ് ഓഫ് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന മറ്റൊരു ഏജ് ആണ് നമ്മുടെ റിനൈസൻസ്. ഓക്കെ, മനസ്സിലായല്ലോ. അഥവാ ഏജ് ഓഫ് ഷേക്സ്പിയർ, എലിസബത്തൻ പീരിയഡ്, ഈ റിനൈസൻസ് പീരിയഡ് എന്നുള്ള ഈ മൂന്നും നമ്മുടെ റിനൈസൻസ് പീരിയഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് പോയറ്റ്സ് ആണ് നമ്മുടെ വില്യം ഷേക്സ്പിയർ, ലൈലി, അതുപോലെ തന്നെ ജോർജ് പീലി, തോമസ് കൈഡ്, അതുപോലെ തന്നെ റോബർട്ട് ഗ്രീൻ. ഇവരൊക്കെ തന്നെ ഈ ഒരു നമ്മുടെ ഷേക്സ്പിയറിന് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പോയറ്റ്സുകളാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഈ ഒരു കാലഘട്ടത്താണ് ഡ്രാമാസ് ഏറ്റവും കൂടുതൽ, അതായത് അതിന്റെ അങ്ങേയറ്റം ഫേമസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ മറ്റൊരു കലാരൂപമായി മാറുകയാണ് ഡ്രാമാസ് ചെയ്തത്. മനസ്സിലായോ? അതായത് വില്യം ഷേക്സ്പിയറിന്റെ പ്ലേസ്, വില്യം ഷേക്സ്പിയർ രചിച്ച ഡ്രാമകൾ അന്ന്, അതായത് ഈ ഒരു എലിസബത്തൻ പീരീഡിൽ ഒരുപാട് ഫേമസ് ആയിരുന്നു. ഓക്കെ, സോ മാത്രമല്ല ഒരുപാട് തീംസ് ആണ് നമ്മുടെ ഈ ഡ്രാമാസിനുള്ളത്. ചിലത് കോമഡി ആവാം, ചിലത് ട്രാജിക് എൻഡിങ് ഉള്ളതാവാം, ചിലത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ് ആവാം. അങ്ങനെ പല സബ്ജക്റ്റിലും ഉള്ളത്. മാത്രമല്ല ഗോത്തിക് രീതിയിൽ, അതായത് ഹൊറർ രീതിയിലുള്ള ഡ്രാമാസും എല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഷേക്സ്പിയറിന്റെ മാക്ബത്തും മാത്രമല്ല ഹാംലെറ്റും ഇതൊക്കെ തന്നെ നമ്മുടെ അത്തരത്തിലുള്ള ഡ്രാമാസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. ഓക്കെ, ഗോൾഡൻ ഏജ് ഓഫ് പോയട്രി എന്നൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനെ വിളിക്കുന്ന മറ്റു പല പേരുകളിൽ ഒന്നാണ്. ഓക്കെ, മാത്രമല്ല എലിസബത്തൻ പോയട്രി എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന ഒരു പോയട്രി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു രൂപമായിരുന്നു. അതായത് ഒരുപാട് ഇമാജിനേഷൻ, അതായത് ഇത് ഈ പോയട്രി എഴുതുന്ന ആൾക്കാർ ഒരുപാട് ഇമാജിനേഷൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു എഴുത്തിന്റെ റിട്ടൺ ഫോം ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ എക്സാമ്പിളിൽ പെടും ലിറിക്ക്, ഓഡ്, അതുപോലെ തന്നെ എലജി. ഇതെല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്നിരുന്ന എലിസബത്തൻ പോയട്രീസ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് നോക്കാം, ഇത്തരത്തിൽ വില്യം ഷേക്സ്പിയറെ പോലെ തന്നെ അന്ന് കാലത്ത് നിലനിന്നിരുന്ന മറ്റൊരാളാണ് നമ്മുടെ സ്പെൻസർ, അതായത് എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എഡ്മണ്ട് സ്പെൻസറിനെ നമ്മൾ ചീഫ് ഗ്ലോറി ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്നും അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയും നല്ല പോയട്രികൾ നമുക്ക് സംഭാവന ചെയ്ത ആളാണ് നമ്മുടെ എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഡിഫറെന്റ് സോണറ്റുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയി നിന്നിരുന്നു. സോണറ്റുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതേ സബ്ജക്റ്റിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോണറ്റുകൾ എന്താണ്. സോ ഇപ്പൊ നമുക്ക് ഇപ്പോ 3 സോണറ്റുകളാണ് പഠിക്കണം. ഒന്ന് പെട്രാർക്കിയൻ സോണറ്റ്, മറ്റൊന്ന് ഷേക്സ്പിയറിയൻ സോണറ്റ്, ആൻഡ് പിന്നെ വരുന്നതാണ് സ്പെൻസറിയൻ സോണറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്നിനും 3 തരത്തിലുള്ള റൈം സ്കീം ആണ് ഉള്ളത്. ഓക്കെ, നമുക്കത് നോക്കിയാലോ. എന്നാൽ ഷേക്സ്പിയറിയൻ സോണറ്റിന് AB CD EF GG ഇതാണ് ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറയുന്നത്. പെട്രാർക്കിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABBA CDE ഇതാണ് പെട്രാർക്കിയൻ സോണറ്റിന്റെ റൈം സ്കീം. ആൻഡ് നമ്മുടെ എഡ്മണ്ട് സ്പെൻസറിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABAB BC CD
മനസ്സിലായല്ലോ. ഇത് മൂന്നും തറവായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, സോ സോണറ്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞേ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 14 അയാംബിക് പെന്റാമീറ്ററിൽ എഴുതുന്ന പോയട്രികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോണറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എലിസബത്തൻ ഏജ്, അതായത് നമ്മുടെ റിനൈസൻസ് പീരിയഡ്. ഈ എലിസബത്തൻ ഏജിന്റെ മറ്റൊരു പേരാണ് ദി ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് പോയട്രി. അതായത് ഇത്രയും കാലഘട്ടങ്ങൾ മാറി മാറി പോയിട്ടും ഇത്രയും നല്ലൊരു ഇത്രയും ഗോൾഡൻ ഏജ് ലിറ്ററേച്ചറിന്, ഇത്രയും ഗോൾഡൻ ഏജ് വേറെ ലഭിച്ചിട്ടില്ല. ഇത്രയും പ്രോസും മാത്രമല്ല പോയട്രിയും ഒരേപോലെ, ഡ്രാമാസും എല്ലാം തന്നെ ഒരേപോലെ തിളങ്ങി നിന്ന മറ്റൊരു കാലഘട്ടം ഇല്ല എന്നതാണ് ഇതിനർത്ഥം. സോ നമ്മുടെ ഈ എലിസബത്തൻ ഏജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗോൾഡൻ ഏജ് ഓഫ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്നത്. മനസ്സിലായോ? മാത്രമല്ല പോയട്രിയും ഡ്രാമയും മാത്രമല്ല, ഇവിടെ ഒത്തുപിടിക്കാൻ പ്രോസുകളും മറ്റുള്ള ഒരുപാട് പോയറ്റ്സുകൾ പ്രോസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്തരത്തിൽ പ്രോസുകൾ എഴുതിക്കൊണ്ട് വന്ന കുറച്ച് പോയറ്റ്സുകളാണ് ലൈലി, അതുപോലെ തന്നെ ഗ്രീനി, ലോഡ്ജ്, നാഷെ എന്നീ തരത്തിലുള്ള കുറച്ച് പോയറ്റ്സുകൾ പ്രോസിനും കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു വന്നിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ഏജ് ആണ് നിയോ ക്ലാസിക്കൽ ഏജ് അഥവാ നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ഇത് 1660ന്റെയും 1798ന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ നിയോ ക്ലാസിക്കൽ ഏജ് ആയിട്ട് കണക്കൂട്ടുന്നത്. ഓക്കെ, ഈ നിയോ ക്ലാസിക്കൽ ഏജ് വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് റെസ്റ്റോറേഷൻ പീരിയഡ് അഥവാ ഏജ് ഓഫ് ഡ്രൈഡൻ. ഓക്കെ, ഇനി മറ്റൊരു പീരിയഡ് ആണ് ക്ലാസിക്കൽ ഏജ്. എന്താണ് ക്ലാസിക്കൽ ഏജ് അഥവാ ഏജ് ഓഫ് അഗസ്റ്റിൻ ഏജ് എന്ന് വിളിക്കും. ഓക്കെ, അഗസ്റ്റിൻ ഏജ് അഥവാ ഏജ് ഓഫ് അഗസ്റ്റിൻ എന്നൊക്കെ വിളിക്കുന്ന ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മുടെ നിയോ ക്ലാസിക്കൽ ഏജ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മുടെ ക്ലാസിക്കൽ ഏജ് ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ക്ലാസിക്കൽ ഏജ്. ഈ ക്ലാസിക്കൽ ഏജ് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൺഫ്യൂസ്ഡ് ആവണ്ട, ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്ലാസിക്കൽ ഏജ് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടെണ്ണമാണ് ഒന്നാമത്തേത് ഏജ് ഓഫ് പോപ്പ്. ഓക്കെ, എന്താണ് ഏജ് ഓഫ് പോപ്പ്? മറ്റൊന്നാണ് ഏജ് ഓഫ് ജോൺസൺ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നിയോ ക്ലാസിക്കൽ പീരിയഡിന്റെ ഒരു സ്ട്രക്ചർ അനലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. മനസ്സിലായല്ലോ? അതായത് നിയോ ക്ലാസിക്കൽ ഏജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് റെസ്റ്റോറേഷൻ പീരിയഡ് അഥവാ ഏജ് ഓഫ് ഡ്രൈഡൻ. പിന്നെ മറ്റൊന്നാണ് ക്ലാസിക്കൽ ഏജ് അഥവാ ഏജ് ഓഫ് അഗസ്റ്റിൻ അഥവാ അഗസ്റ്റിൻ ഏജ് എന്ന് വിളിക്കുന്നത്. പിന്നീടാണ് ഈ ക്ലാസിക്കൽ ഏജിനെ വീണ്ടും രണ്ടാക്കി തിരിക്കുന്നത്. ആദ്യത്തെ അതായത് 18ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ഹാഫ്, ആദ്യ പകുതിയാണ് നമ്മൾ ഏജ് ഓഫ് പോപ്പ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പകുതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏജ് ഓഫ് ജോൺസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ആക്ച്വലി നിയോ ക്ലാസിക്കലിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഈ ഓരോ പീരിയഡും ഓരോ ഏജും കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. അഥവാ ഈ ഓരോ ഏജിലും ലിറ്ററേച്ചറിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ തരത്തിലാണ് ലിറ്ററേച്ചർ മാറിയിരിക്കുന്നത് എന്നൊക്കെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ റെസ്റ്റോറേഷൻ പീരിയഡ് എടുക്കാം. ഓക്കെ, റെസ്റ്റോറേഷൻ പീരിയഡിന്റെ മറ്റൊരു പേര് എന്താണ്? ഏജ് ഓഫ് ഡ്രൈഡൻ. എന്തുകൊണ്ടാണ് റെസ്റ്റോറേഷൻ പീരിയഡിനെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന് വിളിക്കാൻ കാരണം? അതായത് ആ കാലഘട്ടത്ത് നിലനിന്നിരുന്ന പോയറ്റ്സിൽ വെച്ച് ഏറ്റവും ഡൊമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിന്നിരുന്ന ഒരു പോയറ്റ് ആണ് ഡ്രൈഡൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ ആ കാലഘട്ടത്തിന്റെ മറ്റൊരു പേരായിട്ട് മാറിയത്. നമുക്ക് നോക്കാം. ഈ ഒരു കാലമായപ്പോൾ തന്നെ ആക്ച്വലി എലിസബത്തൻ ഏജിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതായത് റിനൈസൻസ് പീരിയഡിന്റെ ഒരു സ്പിരിറ്റ്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്, അത്തരത്തിലുള്ള ആ ഒരു ആവേശങ്ങളൊക്കെ പതിയെ കുറഞ്ഞു ഇല്ലാതായി മാറി. മനസ്സിലായല്ലോ? പകരം എങ്ങനെയാണ് ഈ ലിറ്ററേച്ചറിന്റെ പോക്ക് പോയതെന്ന് പറഞ്ഞാൽ, അതായത് റിയാലിസവും അതായത് തിരിച്ചറിവും പിന്നെയാണ് കൃത്യത. ഓക്കെ, ഈ രണ്ട് പ്രത്യേകതകളായി മാറി നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ആ കാലഘട്ടത്തിൽ. അതായത് റെസ്റ്റോറേഷൻ പീരിയഡിന്റെ ഒരു പ്രത്യേകത ആയിരുന്നത് റിയാലിസവും തിരിച്ചറിവും കൃത്യതയും. ഈ രണ്ട് ഘടനയെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ആ ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു പോക്ക് അതൊക്കെ തന്നെ ഈ ഒരു ടേംസിന്റെ അടിസ്ഥാനത്തിലായി മാറി. മനസ്സിലായല്ലോ? തിരിച്ചറിവ്
അവതരിപ്പിച്ചുകൊണ്ട് നായകനെ തന്നെ കഥയിൽ തന്റെ എഴുത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്റെ ഇമോഷൻസും ഫീലിങ്സും പങ്കുവെക്കുന്ന ആ ഒരു രീതിയായിരുന്നു, ആ ഒരു എഴുത്ത് രീതിയായിരുന്നു ആരെ അഡോപ്റ്റ് ചെയ്തത്? ഡ്രൈഡൻ ഉപയോഗിച്ച ആ ഒരു രീതി. മനസ്സിലായല്ലോ? മാത്രമല്ല പിന്നീടാണ് റെസ്റ്റോറേഷന്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഡ്രാമകളുടെ പ്രത്യേകത എന്തായി മാറി? അതായത് കുറച്ചുകൂടി പൊളിറ്റിക്കലും സോഷ്യലുമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു നിലനിന്നിരുന്ന ആ ടോപ്പിക്കുകളെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പിന്നീടുള്ള ഡ്രാമകൾ, അതായത് റെസ്റ്റോറേഷൻ ഡ്രാമ. മനസ്സിലായോ? പിന്നീടുള്ള ഡ്രാമകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പൊളിറ്റിക്കൽ പരമായിട്ടും സോഷ്യൽ പരമായിട്ടും റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പിന്നീടുള്ള ഡ്രാമകളെല്ലാം തന്നെ ഇറങ്ങിയത്. അതായത് റെസ്റ്റോറേഷൻ കാലഘട്ടത്തിൽ വന്നിരുന്ന ഡ്രാമകൾ ഇതിനോടനുബന്ധിച്ചായിരുന്നു എന്നതായിരുന്നു. ഓക്കെ, മനസ്സിലായത്? മാത്രമല്ല ഈ റെസ്റ്റോറേഷൻ ഡ്രാമയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതായത് ഇവിടെയും എന്ത് പാലിച്ചിരുന്നു? കൃത്യതയും തിരിച്ചറിവ് എന്നീ രണ്ട് ടേംസിന്റെ ഒരു കാഴ്ചപ്പാട് ഇവിടെയും വന്നിരുന്നു, ഈ ഡ്രാമകളിലും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഡ്രാമകൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് കൂടുതലുള്ളതായിരുന്നു. ഓക്കെ, കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ടേംസിനെ ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു പിന്നീടുള്ള റെസ്റ്റോറേഷൻ ഡ്രാമകളൊക്കെ നിലവിൽ വന്നത്. മനസ്സിലായല്ലോ? പിന്നെ മറ്റൊരു പ്രത്യേകത, അതായത് റെസ്റ്റോറേഷൻ ഡ്രാമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് പുതിയ ഒരു രീതി അവിടെ ഉത്ഭവിക്കുകയായിരുന്നു. അതായത് ആക്ഷേപഹാസ്യം. അതുവരെയും, അതായത് ഈ റെസ്റ്റോറേഷൻ പീരീഡ് വരെയും ഇംഗ്ലീഷ് ഡ്രാമ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുണ്ടായിരുന്നു. ഷേക്സ്പിയറുടെ കാലത്ത് ഒരുപാട് നല്ല തീംസുകളും ടോപ്പിക്സുകളും, ട്രാജഡി, ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ട്രാജഡിയും കോമഡിയും ഇത്തരത്തിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഈ റെസ്റ്റോറേഷൻ പീരീഡിലാണ് ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞ ഒരു ഡ്രാമാറ്റിക്കൽ ഫോം രൂപപ്പെടുന്നത്. അത് ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ആരാണ് ഇത് കൊണ്ടുവന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് ഹിസ്റ്ററിയാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ചാൾസ് രണ്ടാമൻ ഫ്രാൻസിൽ നിന്നും തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്ന് ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആക്ച്വലി റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന് ചാൾസ് രണ്ടാമന് ഇത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്സുകളോടായിരുന്നു കുറച്ചും കൂടി കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ അന്നത്തെ ജനങ്ങൾ അനുസരിച്ച് അതായത് രാജാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ആ ഒരു അത്തരത്തിലുള്ള ഒരു വഴിയായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പിന്നീടാണ് മാറി മറിഞ്ഞത്. ഓക്കെ, സോ ആക്ച്വലി റെസ്റ്റോറേഷൻ പീരീഡിൽ വന്ന പുതിയൊരു ഡ്രാമാറ്റിക് ഫോമിനെയാണ് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത്. അതായത് അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറച്ച് വലിയ വലിയ ആൾക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഥവാ ആക്ഷേപഹാസ്യം, ഓക്കെ, അങ്ങനെയുള്ള ഒരു ടോപ്പിക് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു പിന്നീട് ഇംഗ്ലീഷ് ഡ്രാമകളൊക്കെ പിന്നീട് രൂപപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം പ്രോസ്. ഓക്കെ, റെസ്റ്റോറേഷൻ പീരീഡില് പ്രോസ് എങ്ങനെയായിരുന്നു നോക്കുമ്പോൾ പ്രോസ് അന്നും നിലനിന്നിരുന്നു. റെസ്റ്റോറേഷൻ പീരീഡിലും പ്രോസ് അത്യാവശ്യം ഫേമസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അത്യാവശ്യം ആരാധകരുള്ള ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു റെസ്റ്റോറേഷൻ പീരീഡിന്റെ പ്രോസ് എന്ന് പറയുന്നത്. അതായത് റെസ്റ്റോറേഷൻ പീരീഡിൽ പ്രോസിന്റെ മറ്റൊരു യുണീക് സ്റ്റൈല് തന്നെ ഇവിടെ ഉടലെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പ്രോസിന്റെ എഴുത്തിൽ കുറച്ചും കൂടി ക്രിറ്റിസിസം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നതാണ്. ഓക്കെ, അതായത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള, മാത്രമല്ല അതായത് ലോജിക്കൽ ആയിട്ട് നമ്മൾ നോക്കുന്ന അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കുകളൊക്കെ ആയിരുന്നു റെസ്റ്റോറേഷൻ പീരീഡിൽ നിലനിന്നിരുന്ന പ്രോസിന് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ആ കാലഘട്ടത്ത് പ്രധാനമായിട്ടും പ്രോസ് റൈറ്റേഴ്സ്, അതായത് പ്രോസ് എഴുതുന്ന കവികളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാലത്ത് നിലനിന്ന കുറച്ച് റൈറ്റേഴ്സ് ആണ് ഡ്രൈഡൻ, പിന്നെ ജോൺ ബർണിയൻ, ആൻഡ് വില്യം ടെമ്പിൾ ആൻഡ് തോമസ് പ്രാറ്റ് എന്നീ ഇത്തരത്തിൽ കുറച്ച് റൈറ്റേഴ്സ് അന്നും പ്രോസുകൾ എഴുതാൻ അവർ താല്പര്യം കാണിച്ചിരുന്നു എന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് റെസ്റ്റോറേഷൻ പീരീഡില് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത ഒരു ഏജ് ആണ്, അതായത് 18ാം നൂറ്റാണ്ടിന്റെ
ഏജ്. ഇനി ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഏജ് ഓഫ് പ്രോസ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, ഏജ് ഓഫ് പ്രോസ്, പ്രോസുകളുടെ കാലഘട്ടം എന്നുകൂടി നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാ? അതായത് ഈ ഒരു കാലഘട്ടത്താണ് ഈ ക്ലാസിക്കൽ ഏജ് അഥവാ അഗസ്റ്റിൻ ഏജിന്റെ ഈ കാലഘട്ടത്താണ് നോവൽ, ഓക്കെ, നോവലുകൾ ഒരുപാട് അങ്ങോട്ട് പ്രൊമിനന്റ് ആവുകയും ഒരുപാട് ആരാധകർ നോവൽസിന് കൂടുകയും ചെയ്യുന്നത്. അതായത് നോവൽ അതിന്റെ പീക്കിൽ അങ്ങോട്ട് ഉദിച്ചു നിന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ക്ലാസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഏജ് ഓഫ് പ്രോസ് എന്നും കൂടി നമ്മുടെ ഈ അഗസ്റ്റിൻ ഏജിന് പേരുണ്ട്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ ഏജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒന്ന് എന്താണ്? ഏജ് ഓഫ് പോപ്പ് അല്ലെ. അതായത് 18ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ഹാഫ്, ആദ്യ പകുതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏജ് ഓഫ് പോപ്പ് എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? അതായത് ആ കാലഘട്ടത്ത് നിലനിന്നിരുന്ന, അതായത് 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നിലനിന്നിരുന്ന റൈറ്റേഴ്സിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയ, ഏറ്റവും പ്രൊമിനന്റ് ആയ ഒരു എഴുത്തുകാരനായിരുന്നു ആര്? അലക്സാണ്ടർ പോപ്പ്. ഓക്കെ, അലക്സാണ്ടർ പോപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തെ ഏജ് ഓഫ് പോപ്പ് എന്ന് നമ്മൾ വിളിച്ചിരുന്നത്. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് നോക്കാം, മറ്റുള്ള അലക്സാണ്ടർ പോപ്പ് കൂടാതെ പിന്നെയും ഒരുപാട് റൈറ്റേഴ്സ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതാരാണ് നമുക്ക് നോക്കുമ്പോൾ ജോൺ ഗേ, മാത്രമല്ല എഡ്വാർഡ് യങ്, ഇത്തരത്തിൽ ഒരുപാട് റൈറ്റേഴ്സ് ആ കാലഘട്ടത്ത് നിലനിന്നിരുന്നു. മാത്രമല്ല ഈ കാലഘട്ടത്ത് പോയറ്റ്സുകൾ മാത്രമല്ലാതെ പ്രോസ് റൈറ്റേഴ്സും ഡൊമിനന്റ് ആയി തന്നെ നിന്നിരുന്നു. അത്തരത്തിലുള്ള കുറച്ച് റൈറ്റേഴ്സ് ഒക്കെയാണ് ഡാനിയൽ ഡെഫോ, മാത്രമല്ല ജോസഫ് ആഡിൻസൺ, റിച്ചാർഡ് സ്റ്റീൽ, ഇത്തരത്തിലുള്ള റൈറ്റേഴ്സ് ഒക്കെ അന്ന് കാലത്ത് പ്രോസിനെ കൂടി ഇവരെന്ത് ചെയ്തിരുന്നു? അവർക്ക് പ്രോസ് എഴുതാൻ കൂടി ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം അത് കാണിച്ചിരുന്നു. മനസ്സിലായല്ലോ? എന്നാൽ ഈ കാലഘട്ടത്തിന്റെ പ്രോസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ കാലഘട്ടത്തിലെ പ്രോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കൃത്യതയുള്ളതും മാത്രമല്ല ക്ലാരിറ്റി ആവശ്യപ്പെടുന്നതുമായ പ്രോസുകളായിരുന്നു. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് ഒട്ടും തന്നെ കൺഫ്യൂസ്ഡ് ആവാത്ത പല തിരിച്ചറിവുകളുമുള്ള, പല ക്ലാരിറ്റികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയ പ്രോസുകളായിരുന്നു ഈ കാലഘട്ടത്ത് ഈ പറഞ്ഞ റൈറ്റേഴ്സ് ഒക്കെ എഴുതി വന്നത്. മനസ്സിലായല്ലോ? സോ ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ഭാഗം. 18ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതായത് ഏജ് ഓഫ് ജോൺസൺ എന്ന് വിളിക്കുന്നത് അല്ലെ. അതായത് എന്തുകൊണ്ടാണ് ഏജ് ഓഫ് ജോൺസൺ എന്ന് വിളിക്കാൻ കാരണം? അതെ, നമ്മുടെ ഈ അലക്സാണ്ടർ പോപ്പിനെ പോലെ തന്നെ നമ്മുടെ ഈ അഗസ്റ്റിൻ ഏജിൽ നിലനിന്നിരുന്ന, അതായത് 18ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫിൽ നിലനിന്നിരുന്ന ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ആര്? ഡോക്ടർ സാമുവൽ ജോൺസൺ. മനസ്സിലായല്ലോ? സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏജ് ഓഫ് ജോൺസൺ എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത, അതായത് ഏജ് ഓഫ് ജോൺസന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയമാകുമ്പോഴേക്കും റൊമാൻറ്റിക് തിങ്കിങ്, സ്പിരിച്വാലിറ്റി, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളോടൊക്കെ എഴുത്തുകാർക്ക് ഒരുപാട് താല്പര്യം വളർന്നുകൊണ്ടേയിരുന്നു എന്നതാണ്. ഓക്കെ, റൊമാൻറ്റിസം ആ ഒരു ടോപ്പിക്കിനോടൊക്കെ ഒരുപാട് താല്പര്യം ഈ സമയത്തുണ്ടായിരുന്ന റൈറ്റേഴ്സിന് വളർന്നുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മറ്റുള്ള പോയറ്റ്സുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ വില്യം കൗപ്ലർ ആൻഡ് വില്യം കോളിൻസ് ആൻഡ് ജോർജ് ഗ്രാഫ് എന്നീ തരത്തിലുള്ള കുറച്ച് റൈറ്റേഴ്സ് ആയിരുന്നു ആ ഒരു സമയത്ത് ഡൊമിനന്റ് ആയി നിന്നത്. മാത്രമല്ല ഡോക്ടർ സാമുവൽ ജോൺസൺ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഫേമസ് ആയ, അല്ലെങ്കിൽ ഇവരിൽ നിന്നും ഏറ്റവും ഡൊമിനന്റ് ആയി നിൽക്കുന്ന ഒരു പോയറ്റ് ആയിരുന്നു. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ കാലഘട്ടം ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോസ്. പ്രോസുകളെ കൊണ്ട് പ്രോസുകളൊക്കെ ഒരുപാട് വളർന്നു നിന്ന ഒരു സമയം കൂടിയായിരുന്നു നമ്മുടെ ഈ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് പ്രോസ് റൈറ്റേഴ്സ് ആണ് നമ്മുടെ ഡോക്ടർ സാമുവൽ ജോൺസൺ, മാത്രമല്ല എഡ്മണ്ട് ബർഗ് ആൻഡ് ദെൻ എഡ്വാർഡ് ഗിബോർഡ്, ഇത്തരത്തിലുള്ള കുറച്ച് റൈറ്റേഴ്സ് അന്നും പ്രോസിനെ പ്രോസ് എഴുതാൻ കുറച്ചുകൂടി താല്പര്യം അവർ കാണിച്ചിരുന്നു. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു പീരിയഡ്, അതായത്
ജോൺസൺ എന്ന് പറയുന്ന ഈ ഒരു പീരിയഡ് പിന്നീട് നേരെ പോകുന്നത് ഏത് കാലഘട്ടത്തിലേക്കാണ്? റൊമാൻറ്റിക് പീരിയഡിലോട്ടാണ് പിന്നീട് നേരെ പോകുന്നത്. ഓക്കെ, ഇവിടെ ഏജ് ഓഫ് ജോൺസൺ അത് അവസാനിച്ച് പിന്നീട് നേരെ പോകുന്നത് റൊമാൻറ്റിക് പീരിയഡിലോട്ടാണ്. ഇനി റൊമാൻറ്റിക് പീരിയഡ് ആയപ്പോഴേക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങൾ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ റൊമാൻറ്റിക് പീരിയഡിന്റെ മറ്റൊരു പേരാണ് എന്താണ്? ദി സ്പ്രിംഗ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ വസന്തകാലം എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് നമ്മൾ റൊമാൻറ്റിക് പീരിയഡ് ആയി കണക്കൂട്ടുന്നത്. അത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കാൻ കാരണം? സ്പ്രിംഗ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ വിളിക്കാൻ കാരണം എന്താ? അതായത് ഈ ഒരു കാലഘട്ടത്താണ്, അതായത് നേച്ചർ ലവ്, ഈ ഒരു കാലഘട്ടത്തെ പോയറ്റ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങും പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി റൊമാൻറ്റിക് ആവാൻ തുടങ്ങി. അതായത് ഇവിടെ റൊമാൻറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് നേച്ചറോടുള്ള താല്പര്യമാണ്. അതായത് മഴ, പുഴ, കാട്, അല്ലെ, അത്തരത്തിൽ അങ്ങനെ നേച്ചർ, പ്രകൃതിയെ പ്രണയിക്കുന്ന ഒരു തരം റൊമാൻസ് ആണ് പിന്നീടുള്ള കവികൾ ഏറ്റെടുത്തത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റൊമാൻറ്റിക് പീരിയഡിനെ സ്പ്രിംഗ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ വിളിക്കാൻ കാരണം. മനസ്സിലായോ? സോ ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് പോയറ്റ്സ് ആണ് വില്യം വേർഡ്സ്വർത്ത് ആൻഡ് പി.ബി. ഷെല്ലി. ഇത്തരത്തിൽ കുറച്ച് റൈറ്റേഴ്സ് റൊമാൻറ്റിക് പീരിയഡിനെ കുറച്ചുകൂടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയത്, അതായത് അതിനോടായിരുന്നു താല്പര്യം കാണിച്ചത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം ലിറിക്കൽ ബലാഡ്സ്. ഓക്കെ, ആ കാലഘട്ടത്തിൽ അതായത് റൊമാൻറ്റിക് പീരിയഡിൽ നിലനിന്നിരുന്ന ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു വർക്ക് ആയിരുന്നു ലിറിക്കൽ ബലാഡ്. ഓക്കെ, അതായത് വില്യം വേർഡ്സ്വർത്തിന്റെ ലിറിക്കൽ ബലാഡ് എന്ന് പറഞ്ഞ ആ ഒരു വർക്ക് ആ കാലഘട്ടത്തിൽ ഭയങ്കര പ്രൊമിനന്റ് ആയിരുന്നു, അഥവാ ഫേമസ് ആയിരുന്നു. നോക്കാം, ഈ റൊമാൻറ്റിക് പീരിയഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ പ്രോസിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എന്തിനുണ്ടായി? പോയട്രിക്കാണ് അവിടെ ഉണ്ടായത്. ഓക്കെ, ശ്രദ്ധിക്കണം, റൊമാൻറ്റിക് പീരിയഡ് എന്ന് പറയുന്നത് പ്രോസിന്റെ ഒരു പീരിയഡായി നമ്മൾ കണക്കൂട്ടുന്നില്ല. കാരണം പ്രോസിനൊന്നും വലിയ വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പോയട്രിക്കായിരുന്നു അത്രയും വളർച്ച. ഓക്കെ, മനസ്സിലായോ? മാത്രമല്ല ഈ പോയട്രികളെല്ലാം, ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന പോയട്രികളെല്ലാം തന്നെ ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആയിരുന്നു. ഓക്കെ, ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിക്കുള്ള അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഭാഷയാണ് റൊമാൻറ്റിക് പീരിയഡിലെ റൈറ്റേഴ്സ്, കവികള് അവർ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം, ഈ ഒരു കാലഘട്ടത്തിൽ അതായത് റൊമാൻറ്റിക് പീരിയഡിൽ ഒരു പുതിയ ന്യൂ ടൈപ്പ് ഓഫ് നോവൽ ഇവിടെ ഉടലെടുത്തു. ഓക്കെ, ഒരു പുതിയ ടൈപ്പ് ഓഫ് നോവല് ഈ റൊമാൻറ്റിക് പീരിയഡിൽ നിന്നുമാണ് ഉണ്ടായത്. അതായത് ഗോത്തിക് നോവൽ. ഈ ഗോത്തിക് നോവലെ കുറിച്ച് ഒരുപാട് ഇനി വിശദീകരിച്ച് അടുത്ത യൂണിറ്റിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഈ ഗോത്തിക് നോവല് പുതിയതായിട്ട് വന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു കാലഘട്ടത്താണ്, അതായത് റൊമാൻറ്റിക് പീരിയഡിൽ. ആക്ച്വലി ഈ ഗോത്തിക് നോവൽ എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറലിസം, അജ്ഞാത ശക്തി, പിന്നെ മാത്രമല്ല ഒരു നിഗൂഢതയുടെ ഒരു അന്തരീക്ഷം. ഓക്കെ, നിഗൂഢതയുടെ ഒരു അന്തരീക്ഷം, ഇത്തരത്തിലുള്ള കുറച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം നോവലെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗോത്തിക് നോവൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ ഗോത്തിക് നോവൽ ഉടലെടുത്തത് ഏത് കാലഘട്ടത്താണ്? റൊമാൻറ്റിക് പീരിയഡിലാട്ടോ. അത് തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് ഗോത്തിക് നോവൽ ഏത് കാലഘട്ടത്താണ് വന്നത്? റൊമാൻറ്റിക് പീരിയഡിലാണ്. ഈ ഗോത്തിക് നോവൽ എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറലിസം, അതുപോലെ തന്നെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നോവലെയാണ് നമ്മൾ ഗോത്തിക് നോവൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് വിക്ടോറിയൻ ഏജ് അഥവാ വിക്ടോറിയൻ പീരിയഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ വിക്ടോറിയൻ പീരിയഡ് തുടങ്ങുന്നത് അഥവാ ആരംഭിക്കുന്നത് ആക്ച്വലി 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തിൽ നിന്നാണ് ആക്ച്വലി വിക്ടോറിയൻ പീരിയഡ് തുടങ്ങുന്നത്. മനസ്സിലായി? വിക്ടോറിയൻ പീരിയഡിന്റെ മറ്റൊരു പേരാണ് ഏജ് ഓഫ് റീഡേഴ്സ്, വായനക്കാരുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഉറപ്പായിട്ടും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാൻ വളരെയേറെ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഇത് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, സോ ഏജ് ഓഫ് റീഡേഴ്സ് എന്ന് വിളിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ്? വിക്ടോറിയൻ പീരിയഡിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം വിക്ടോറിയൻ പീരിയഡിലെ
ലിറ്ററേച്ചറിന് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഒരുപാട് രീതിയിലാണ് ഈ വിക്ടോറിയൻ പീരിയഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, വിക്ടോറിയൻ ഏജ് ഒരുപാട് നീണ്ടു കിടക്കുന്ന, ഒരുപാട് കാലഘട്ടം, ഒരുപാട് സമയം എടുത്ത് നീണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ പീരിയഡ്. ഇതിൽ തന്നെ ഒരുപാട് തലത്തിൽ, അതായത് ലിറ്ററേച്ചറിൽ മാത്രമല്ല ലൈഫിലും, ഓക്കെ, ആൾക്കാരുടെ ജീവിതത്തിലും രണ്ടിലും ഒരുപോലെ മാറ്റം വന്ന ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, സയന്റിഫിക് ഡെവലപ്മെന്റ്സ്, ഓക്കെ, സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും അത്തരത്തിൽ ഒരുപാട് സെക്ടറുകൾ, ഓക്കെ, രണ്ടിലും, അതായത് ലിറ്ററേച്ചറിലും ജീവിതത്തിലും ഒരുപോലെ ഒരുപാട് സെക്ടറുകളിൽ, ഒരുപാട് തസ്തികകളിൽ മാറ്റം വരുത്തിയ ഒരു വലിയ നീണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ പീരിയഡ് അഥവാ ഏജ് ഓഫ് റീഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്കിനി നോക്കാം വിക്ടോറിയൻ പീരിയഡിൽ പോയട്രിക്ക് വന്ന മാറ്റം നമുക്ക് നോക്കാം. ഈ ഒരു വിക്ടോറിയൻ പീരിയഡിൽ പോയട്രിയെക്കാളും ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നത് ഫിലോസഫിക്കും ക്രിറ്റിസിസത്തിനും പിന്നെ പ്രോസിനുമാണ്. അതായത് തത്വശാസ്ത്രത്തിനും വിമർശനങ്ങൾക്കും അതേപോലെ തന്നെ പ്രോസിനുമാണ് ഇവിടെ പോയട്രിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമനാണ് ടെന്നീസൺ, അതുപോലെ തന്നെ റോബർട്ട് ബ്രൗണിംഗ്, മാത്രമല്ല മാത്യു അർണോൾഡ് എന്നീ തരത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളാണ് വിക്ടോറിയൻ പീരിയഡിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഈ കൂട്ടത്തിൽ തന്നെ ടെന്നീസനാണ് ഈ കൂട്ടത്തിൽ വെച്ച് തന്നെ ഒരുപാട് സംഭാവനകൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് നൽകിയ അദ്ദേഹം എന്നുള്ളത്. അതായത് ഇദ്ദേഹം സ്പിരിച്വൽ ലൈഫിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയ ഒരു വ്യക്തിയാണ് ടെന്നീസൺ. എന്നാൽ നേരെ മറിച്ച് റോബർട്ട് ബ്രൗണിങ്ങിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ആക്ച്വലി റഫ് ആൻഡ് അഗ്ലി ആയിട്ടുള്ള വിഷയങ്ങളിലായിരുന്നു കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തത്. മനസ്സിലായോ? അതായത് കുറച്ച് റഫും ആൻഡ് അഗ്ലി, എല്ലാവരും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് റോബർട്ട് ബ്രൗണിംഗ് ഡീൽ ചെയ്തത്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലാണ് വിക്ടോറിയൻ ഏജിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം നോവൽ. ഓക്കെ, നോവലിനുണ്ടായ മാറ്റം, അതായത് വിക്ടോറിയൻ ഏജിലാണ് ഫിക്ഷൻ. ഓക്കെ, ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കെട്ടുകഥകൾ, അല്ലെ? ഫിക്ഷൻ നമുക്കറിയാം എന്താ ഫിക്ഷൻ. കെട്ടുകഥകളും അതേപോലെ തന്നെ നോവലുകളും ഒരുപാട് ഫേമസ് ആയിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു വിക്ടോറിയൻ പീരിയഡ്. മനസ്സിലായല്ലോ? സോ ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന കുറച്ച് നോവലിസ്റ്റുകളെ നമുക്ക് എടുത്തു നോക്കാം. അതിൽ പെടുന്നതാണ് ചാൾസ് ഡിക്കൻസൺ, മാത്രമല്ല മെറിഡിത്ത്, അതുപോലെ തന്നെ തോമസ് ഹാർഡി ആൻഡ് ജോർജ് ഏലിയട്ട് എന്നീ തരത്തിലുള്ള കുറച്ച് നോവലിസ്റ്റുകളാണ് ആ ഒരു കാലത്ത് കുറച്ചുകൂടി ഡൊമിനന്റ് ആയി നിന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നോക്കാനുള്ളത്, അതായത് നോൺ ഫിക്ഷണൽ പ്രോസ്. ഓക്കെ, വിക്ടോറിയൻ പീരിയഡിലുള്ള നോൺ ഫിക്ഷണൽ, അതായത് ഫിക്ഷൻ അല്ലാത്ത പ്രോസുകൾ, കെട്ടുകഥകൾ അല്ലാത്ത പ്രോസുകൾ. ഓക്കെ, ആ പ്രോസുകൾക്ക് ഒരുപാട് ഫേമസ് അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ പീരിയഡ് എന്ന് പറയുന്നത്. ഈ വിക്ടോറിയൻ പീരിയഡിലെ ഇത്തരത്തിലുള്ള റൈറ്റിംഗ്സ്, അതായത് നോൺ ഫിക്ഷണൽ പ്രോസുകളെ നമ്മൾ ഒരുമിച്ച് അഥവാ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഒരു പേര് വിളിക്കും. ആ റൈറ്റിംഗ്സിന്റെ പേരാണ് സേജ് റൈറ്റിംഗ്സ്. എന്താണ്? സേജ് റൈറ്റിംഗ്സ്. അതായത് സേജ് റൈറ്റിംഗ്സ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? വിക്ടോറിയൻ പീരിയഡിലെ, ഓക്കെ, വിക്ടോറിയൻ പീരിയഡിലെ നോൺ ഫിക്ഷണൽ പ്രോസുകളെയാണ് നമ്മൾ സേജ് റൈറ്റിംഗ്സ് എന്ന് മൊത്തമായിട്ട് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇത് ഉറപ്പായിട്ടും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത്തരത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി മനഃപ്പാഠം പഠിക്കുകയായിരിക്കും വളരെ നല്ലത്. കാരണം ഇതൊക്കെ എന്തായാലും ഷുവർ ആയിട്ട് നമുക്ക് വരും എന്ന് ഉറപ്പ് നൽകാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം, ഇത്തരത്തിൽ സേജ് റൈറ്റിംഗ്സ് എഴുതിയിരുന്ന കുറച്ച് പോയ്സ് അല്ലെങ്കിൽ കുറച്ച് റൈറ്റേഴ്സിനെ നമ്മൾ എടുത്തു നോക്കാം. അതായത് തോമസ് കാർലൈൽ, മാത്രമല്ല ജോൺ റസ്കിൻ ആൻഡ് മാത്യു അർണോൾഡ്. ഓക്കെ, ഇവരൊക്കെയാണ് ഈ സേജ് റൈറ്റിംഗ്സ്, അതായത് നോൺ ഫിക്ഷണൽ പ്രോസിനെ കുറച്ചുകൂടി പ്രൊമോട്ട്
ചെയ്ത റൈറ്റേഴ്സ്. സോ ഇത്രയേ ഉള്ളൂ വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് വിക്ടോറിയൻ പീരീഡില് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി നീണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ പീരീഡ്. ഈ വിക്ടോറിയൻ പീരീഡിൽ ലിറ്ററേച്ചറിന് മാത്രമല്ല ഒരേപോലെ ലൈഫിനും ജീവിതത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ഇത്തരത്തിലുള്ള ടോപ്പിക്സുകളിലൊക്കെ മാറ്റിമറിക്കാൻ സാധിച്ച ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ പീരിയഡ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഒരു പീരിയഡ് ആണ് മോഡേൺ പീരിയഡ്. എന്താണ് മോഡേൺ പീരിയഡ്? ഈ മോഡേൺ പീരിയഡ്, ആ ഒരു മോഡേൺ കാലഘട്ടം ആരംഭിക്കുന്നത് ആക്ച്വലി 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ മോഡേൺ പീരിയഡ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് 20ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ അങ്ങനെ കണക്കൂട്ടുന്നത്. ഈ മോഡേൺ പീരിയഡ് ആയപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങളാണ് ഇതേപോലെ ലിറ്ററേച്ചറിൽ സംഭവിച്ചത്. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ ഈ വിക്ടോറിയൻ ഏജിൽ ഉണ്ടായിരുന്ന പോയട്രികളും പ്രോസുകളും മറ്റുള്ള എല്ലാ ഡ്രമാറ്റിക് ഫോംസും എല്ലാം തന്നെ വെറും മീനിങ്ലെസ് ആണ്, അർത്ഥമില്ലാത്തതാണ്, കെട്ടുകഥകളാണ്, ലോജിക് ഇല്ലാത്തതാണ് എന്നീ തരത്തിൽ ഫുൾ വിമർശനങ്ങളായിരുന്നു ഈ മോഡേൺ പീരിയഡിൽ ഉണ്ടായിരുന്നത്. അതായത് വിക്ടോറിയൻ പീരിയഡിൽ ഉണ്ടായിരുന്ന എല്ലാ ഫോംസും, എല്ലാ ആർട്ട് ഫോംസും വെറും ലോജിക്കൽ ഇല്ലാതെ, വെറും വേസ്റ്റ് ആണ്, അർത്ഥമില്ലാത്തതാണ്. ഓക്കെ, ഇത്തരത്തിൽ വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്, ഒക്കെ വെറുതെയാണ് എന്നീ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മോഡേൺ പീരിയഡിൽ ഉണ്ടായിരുന്ന റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അതായത് വിക്ടോറിയൻ പീരിയഡിൽ ഉണ്ടായിരുന്ന ഇത്രയും ആർട്ട് ഫോംസും പ്രോസും പോയട്രികളും അതിന്റെയൊക്കെ ടോപ്പിക്കുകളെല്ലാം വെറും വേസ്റ്റ് ആണ്, അതിനൊരു അർത്ഥമില്ല, വെറുതെ കെട്ടുകഥകളാണ്, ഫുൾ വിമർശനങ്ങളായിരുന്നു അന്നത്തെ, അതായത് ഈ മോഡേൺ പീരിയഡിലെ റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഡേൺ പീരിയഡിലെ റൈറ്റേഴ്സ് പുതിയ ഒരു രൂപമായിരുന്നു കൊണ്ടുവന്നത്. അതായത് പുതിയൊരു രീതി, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ പുതിയൊരു രീതിയായിരുന്നു ഈ മോഡേൺ റൈറ്റേഴ്സ് കൊണ്ടുവന്നത്. അതായത് ഈ മോഡേൺ റൈറ്റേഴ്സ് അവകാശപ്പെടുന്നത്, അതായത് അവർ വിശ്വസിക്കുന്നത് ഒരു കലാകാരൻ അഥവാ ഒരു എഴുത്തുകാരൻ ഒരു വർക്ക് എഴുതണമെങ്കിൽ അതിനു മുൻപ് തന്നെ ആദ്യം സ്വന്തമായിട്ട് നമ്മളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ആരാന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതായത് നമ്മളെ തന്നെ ഒരുപോലെ മനസ്സിലാക്കണം, നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന ആ ഒരു രീതിയിലുള്ള ചിന്തകളായിരുന്നു ഈ മോഡേൺ പീരിയഡിൽ ഉണ്ടായിരുന്ന റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നത്. ഈ മോഡേൺ പീരിയഡിലുള്ള കുറച്ച് റൈറ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാൾ മാർക്സ്, അതുപോലെ തന്നെ റസ്കിൻ ബോണ്ട്, അതുപോലെ മോറിസ്, ഇത്തരത്തിലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരുന്നു ആ കാലഘട്ടത്ത് നിലനിന്നിരുന്നത്. മാത്രമല്ല ഈ മോഡേൺ പീരിയഡിലെ പ്രോസിനും പോയട്രിക്കും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിറച്ചും എക്സ്പെരിമെന്റൽ ആണ്. ഓക്കെ, അതായത് ഇവർ പരീക്ഷണങ്ങളായിരുന്നു കൂടുതലായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്, അതായത് ലിറ്ററേച്ചറിൽ. മാത്രമല്ല ഈ മോഡേൺ പീരിയഡിനെ നമ്മൾ മറ്റൊരു പേര് കൂടി വിളിക്കുന്നുണ്ട്. എന്താണ്? ദി ഏജ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഡിസ്കവറി, അതായത് മാറ്റത്തിന്റെയും കണ്ടുപിടുത്തങ്ങളുടെയും കാലഘട്ടം എന്നുകൂടി നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട്? മോഡേൺ പീരിയഡിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. മാറ്റങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും കാലഘട്ടമായിട്ടാണ് നമ്മൾ മോഡേൺ പീരിയഡിനെ കണക്ക് കൂട്ടുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല ഇവയൊന്നും കൂടാതെ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയറ്റ് ആയിരുന്നു E.T. എലിയട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൂടാതെ തന്നെ റോബർട്ട് ബ്രിഡ്ജസ്, J.M. ഹോപ്കിൻസ്, അങ്ങനെ ഇത്തരത്തിലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സുകളും ആ കാലഘട്ടത്ത് നിലനിന്നിരുന്നു. ഇനി നമുക്ക് മോഡേൺ പീരിയഡിൽ ഉണ്ടായിരുന്ന നോവലുകളുടെ പ്രത്യേകതകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇത്രയും പീരിയഡിൽ ഉണ്ടായിരുന്ന നോവലുകളെ പോലെ ആയിരുന്നില്ല മോഡേൺ പീരിയഡിലെ നോവലുകൾ എന്ന് പറയുന്നത്. കാരണം മോഡേൺ പീരിയഡിലെ നോവലുകളുടെ ഒരു പ്രത്യേകത അവ റിയലിസ്റ്റിക്കും മാത്രമല്ല സൈക്കോളജിക്കൽ പോർട്രയൽ കാണിക്കുന്ന ഒരു തരം നോവലുകളായിരുന്നു. അതായത് അവ യാഥാർത്ഥ്യവും മാനസികവും
കണ്ടന്റ്, ഓക്കെ, സെക്ഷുവൽ കണ്ടന്റുകളെ കുറിച്ചും വളരെ ലിബറൽ ആയിട്ട് തന്നെ അവർ എഴുതാനും പ്രചരിപ്പിക്കാനും തുടങ്ങി. ഓക്കെ, ഇതുവരെ ആ കാലഘട്ടം വരെ, മോഡേൺ പീരീഡ് വരെ ആരും തന്നെ അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കുകളെ കുറിച്ച് എഴുതാനോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനോ ഒരു ചെറിയ മടിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഈ മോഡേൺ പീരീഡ് എത്തിയപ്പോഴേക്കും സെക്ഷുവൽ കണ്ടന്റുകളെ കുറിച്ച് ഒരു മടിയും കൂടാതെ അവർ ഭയങ്കര ലിബറൽ ആയിട്ട് തന്നെ അതിനെ കുറിച്ച് എഴുതാനും പഠിക്കാനും വായിക്കുവാനും തുടങ്ങി എന്നുള്ളതാണ് മോഡേൺ പീരീഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് നമുക്ക് കണക്കുകൂട്ടാൻ. ഇത്തരത്തിൽ അന്ന് നിലനിന്നിരുന്ന കുറച്ച് പോയറ്റ്സുകളാണ് H.G. വെൽസ് ആൻഡ് E.M. ഫോസ്റ്റർ, അർണോൾഡ് ബെന്നറ്റ് എന്നീ തരത്തിലുള്ള കുറച്ച് പോയറ്റ്സ്. മനസ്സിലായോ? മാത്രമല്ല ഈ മോഡേൺ പീരീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പൊ പറഞ്ഞതൊന്നും കൂടാതെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഈ മോഡേൺ പീരീഡിലെ പോയറ്റ്സുകള് പലപ്പോഴും, അതായത് they are influenced by the world war first, the first world war, ഒന്നാം ലോക മഹായുദ്ധത്തെ ഇൻഫ്ലുവൻസ് ആക്കിക്കൊണ്ട് ഒരുപാട് കവികൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യം. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞ എന്തൊക്കെയാ? യുദ്ധം, അല്ലെ, വാർ. മാത്രമല്ല ആ കാലത്ത് നിലനിന്ന കുറച്ച് കസ്റ്റംസ്, കുറച്ച് അനാചാരങ്ങൾ, ഇത്തരത്തിലുള്ള ഈ ഇൻഫ്ലുവൻസസ്, ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഇൻഫ്ലുവൻസസിനെ കുറിച്ചും ഒരുപാട് റൈറ്റേഴ്സ് എഴുതിയിരുന്നു. അവരുടെ എഴുത്തുകളിൽ നമുക്കത് കാണാമായിരുന്നു എന്നതാണ് സത്യം. ഇതാണ് പറഞ്ഞ ഈ കാര്യമാണ് ആക്ച്വലി മോഡേൺ പീരീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ആൾക്കാർ കുറച്ചുകൂടി ലിബറൽ ആവാനും ആൻഡ് ദേ ആർ ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടായിരുന്നു പിന്നെയും ഒരുപാട് റൈറ്റേഴ്സ് അവരുടെ വർക്കുകൾ ചെയ്തത്. ഇനി ഈ മോഡേൺ പീരിയഡ് വഴിതെളിക്കുന്നത് എവിടേക്കാണ്? മറ്റൊരു പീരിയഡ് അല്ലെങ്കിൽ മറ്റൊരു യുഗത്തിലേക്കാണ്. അതായത് കണ്ടംപററി പീരിയഡ് അഥവാ സമകാലിക യുഗം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാവുന്നതാണ്. ഓക്കെ, അതായത് മോഡേൺ പീരിയഡിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കണ്ടംപററി പീരിയഡ് അഥവാ സമകാലിക യുഗം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സമകാലിക യുഗത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വേൾഡ് വാർ 2 അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കോൺസിക്വൻസസ് ആണ്. മനസ്സിലായോ? അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് പിന്നീട്, അതായത് ഈ കണ്ടംപററി പീരിയഡിലുള്ള ഓരോ റൈറ്റേഴ്സും അവരുടെ വർക്ക്സ് കംപ്ലീറ്റ് ആക്കിയത്. അവരുടെ എഴുത്തുകളിൽ എല്ലാം തന്നെ അതിന്റെ ഒരു പ്രതിച്ഛായ നമുക്ക് കാണാമായിരുന്നു എന്നതാണ് സത്യം. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കോൺസിക്വൻസസും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അവരറിയാതെയാണെങ്കിൽ പോലും അവരുടെ എഴുത്തുകളിൽ നമുക്കത് കാണാമായിരുന്നു. ഇതാണ് കണ്ടംപററി പീരിയഡിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വന്ന പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറച്ച് പോയറ്റ്സുകളാണ് ഗ്രഹാം ഗ്രീൻ മാത്രമല്ല സാമുവൽ ബക്കറ്റ് എന്നുപോലുള്ള ഇത്തരത്തിലുള്ള കുറച്ച് കവികളാണ് നമുക്ക് ആ കണ്ടംപററി വേൾഡില് കണ്ടംപററി പീരിയഡില് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇത്രയും പീരിയഡുകളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. നിങ്ങൾക്കൊക്കെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഓരോ പീരിയഡിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകളുമാണ് നമ്മളിപ്പോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ബേസ് ആണ്. ഈ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പിന്നീട് നിങ്ങൾക്ക് ഇതൊക്കെ പിന്നീട് ഇതുപോലുള്ള യൂണിറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽ എടുത്തു വെച്ചൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്കിനി